4 or 5 ഫോണ്ട് സ്റ്റൈലുകൾ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ വാട്സപ്പിലൂടെ എങ്ങനെ ടൈപ്പ് ചെയ്ത് നമ്മളെ സുഹൃത്തുക്കൾക്ക് അയക്കാമെന്ന് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ നമുക്ക് കമാൻഡുകൾ എങ്ങനെ ഭംഗിയാക്കാമെന്നും നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. ഈ 2 വീഡിയോയും കാണാത്തവർക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകുന്നതാണ്. നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ സെറ്റിങ്സിൽ നമുക്ക് എങ്ങനെ ഫോണ്ട് സ്റ്റൈല് ഭംഗിയാക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എൻ്റെ മൊബൈലിൽ ഞാനിപ്പോൾ സെറ്റിങ്സ് ഭാഗം തുറന്നപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ ഒരു ഫോണ്ട് സ്റ്റൈല് ഒരു വെറൈറ്റി സ്റ്റൈലിലാണ് ഇപ്പോൾ കാണുന്നത്. ഇതുപോലെ നമ്മുടെ മൊബൈൽ സെറ്റിങ്സിൽ നമുക്ക് ഫോണ്ട് സ്റ്റൈലുകൾ എങ്ങനെ നമുക്ക് നമ്മുടെ മൊബൈൽ സെറ്റിങ്സിലൂടെ സെറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമ്മുടെ മൊബൈൽ ഫോണ്ട് സ്റ്റൈലുകൾ ഭംഗിയാക്കുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ സെറ്റിങ്സിൽ തന്നെ സൗകര്യമുണ്ട്. അധിക മൊബൈലിലും ഇപ്പോൾ ഇറങ്ങുന്ന അധിക മൊബൈലിലും ഈ സെറ്റിങ്സിൽ ഈ ഒരു സംവിധാനം നമുക്ക് ലഭ്യമാണ്. ചില മൊബൈൽ ഫോണുകളിൽ ഇത് ലഭ്യമല്ല. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇത്തരം സെറ്റിങ്സുകൾ ലഭ്യമാണോ എന്ന് അറിയുന്നതിന് വേണ്ടി നിങ്ങളുടെ മൊബൈൽ ഡിസ്പ്ലേ സെലക്ട് ചെയ്യുക. ഡിസ്പ്ലേ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഫോണ്ട് സ്റ്റൈൽ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് എംഐയുടെ ഫോണാണ്. എംഐയുടെ ഫോണിൽ ഇത്തരത്തിലൊരു ഫോണ്ട് സ്റ്റൈൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കില്ല. ചില മൊബൈൽ ഫോണുകളിലൊക്കെ ഇത്തരത്തിൽ സെറ്റിങ്സിൽ തന്നെ നമുക്ക് ഫോണ്ട് സ്റ്റൈലുകൾ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണ്ട് സ്റ്റൈൽ എവിടെയാണെന്ന് അറിയില്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൻ്റെ സെറ്റിങ്സിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഈ സെർച്ച് ബാറിലൊന്ന് ഫോണ്ട് സ്റ്റൈൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഫോണ്ട് സ്റ്റൈലുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഇനി നമുക്ക് എംഐ ഫോണിൽ ഇത്തരത്തിൽ ഫോണ്ട് സ്റ്റൈലുകൾ സെറ്റിങ്സ് ഇല്ലാത്തതുകൊണ്ട് എംഐ ഫോണിൽ തീംസ് എന്നൊരു ഭാഗം നിങ്ങളുടെ എംഐ ഫോണുകൾ ഉണ്ടാകും. എംഐ ഫോണിൽ തീംസ് എന്ന് കാണുന്ന ഭാഗം നിങ്ങൾ ഇതുപോലെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലുള്ള പരസ്യങ്ങൾ വരുമ്പോൾ ഏറ്റവും അവസാന ഭാഗത്ത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ തീംസിൻ്റെ ഇൻ്റർഫേസിലേക്ക് എത്തും. ഇവിടെ നമുക്ക് ഏറ്റവും അവസാന ഭാഗത്ത് 5 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് ഫോണ്ട്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഫോണ്ട്സ് എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വ്യത്യസ്തമായ ഫോണ്ട് സ്റ്റൈലുകൾ. നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഈ ഫോണ്ട് സ്റ്റൈലുകളെല്ലാം നമ്മുടെ മൊബൈലിൻ്റെ ഫോണ്ട് സ്റ്റൈൽ നമുക്ക് ഇതുപോലെ മാറ്റിയെടുക്കാൻ സാധിക്കും. നമുക്ക് എങ്ങനെയാണ് ഈ ഫോണ്ട് സ്റ്റൈൽ നമ്മുടെ മൊബൈലിലേക്ക് ചെയ്യാമെന്ന് നോക്കാം. ഉദാഹരണത്തിന് ഞാനിവിടെ ഒരു ഫോണ്ട് സ്റ്റൈൽ സെലക്ട് ചെയ്യാണ്. ഞാൻ ഈ ഒരു ഫോണ്ട് സ്റ്റൈൽ സെലക്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് ഫോണ്ട് സ്റ്റൈലുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സ്റ്റൈൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഈ ഒരു ഫോണ്ട് സ്റ്റൈൽ സെലക്ട് ചെയ്യാണ്. ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫ്രീ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫോണ്ട് സ്റ്റൈലിൻ്റെ രൂപം നിങ്ങൾക്ക് മുകളിൽ ഒരു സ്ക്രീനിൽ കാണാൻ സാധിക്കും. താഴെയായിട്ട് ഫ്രീ എന്നൊരു ഓപ്ഷനുണ്ട്. നമ്മൾ ഈ ഫ്രീ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അല്പം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫോണ്ട് സ്റ്റൈൽ നമ്മുടെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ആകും. തുടർന്ന് നമുക്ക് ഇവിടെ അപ്ലൈ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ അപ്ലൈ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന റിബൂട്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾ റിബൂട്ട് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഓട്ടോമാറ്റിക്കായിട്ട് റീസ്റ്റാർട്ടായിട്ട് വരും. ഈ റീസ്റ്റാർട്ടായി വരുന്നതോടുകൂടി നിങ്ങളുടെ മൊബൈൽ ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾക്ക് ഉപയോഗിച്ച് തുടങ്ങാൻ സാധിക്കും. അത്തരത്തിൽ ഞാൻ എൻ്റെ മൊബൈൽ സെറ്റിങ്സിൽ മാറ്റം വരുത്തിയ ഫോണ്ട് സ്റ്റൈലാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എൻ്റെ മൊബൈൽ നേരത്തെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണ്ട് ആയിരുന്നു. ഇപ്പോൾ ഞാൻ ഇത്തരത്തിൽ ഫോണ്ട് സ്റ്റൈൽ മാറ്റിയതാണ്. ചില മൊബൈൽ ഫോണിൽ സെറ്റിങ്സ് തന്നെ നമുക്കത് കാണാൻ സാധിക്കും. എംഐ ഫോണുകളിൽ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ തീം ഓപ്പൺ ചെയ്തുകൊണ്ട് ഇതുപോലെ നിങ്ങളുടെ തീമിൽ നിന്ന് ഫോണ്ട് സ്റ്റൈലുകൾ മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള അറിവുകൾ നിങ്ങൾക്ക് ദിവസം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് വീഡിയോ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.